കുരുവട്ടൂരികളെ, നിങ്ങൾ എങ്ങനെ കടന്ന് ചത്തിട്ടും കാര്യമില്ല. നിങ്ങൾ എങ്ങനെ കടന്ന് ചത്തിട്ടും കാര്യമില്ല. അഖിലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ നിങ്ങളുടെ കോമാട്ടുചാലിൽ അദ്ദൂനൊപ്പം വരൂല. ഇബ്ലീസ് ത്വരീഖത്തിലേക്ക് വരൂല. ഇബ്ലീസ് ത്വരീഖത്തിലേക്ക് ഇപ്പോൾ താൽക്കാലികം വരാൻ കരുതിയിട്ടില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു മക്കളും വരൂല. അതിന് നിങ്ങൾ പേരോട്ട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും AP ഉസ്താദിനെയും ഒക്കെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ആരെ വിളിച്ചിട്ടും കാര്യമില്ല. ഏതായാലും കുഞ്ഞേമതൊന്ന് പറയുന്നുണ്ടെന്ന് പറയട്ടെ. പഠിപ്പിക്കുമ്പോഴേക്ക് എന്തേലൊക്കെ കൊണ്ട് പറഞ്ഞ് ആത്മവീര്യം ചോർത്തിക്കളയാന്ന് ഈ ടീമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റി. അത് ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കൂല. കാരണം ആത്മവീര്യം നിങ്ങളിൽ നിന്ന് കെട്ടുപോകൂല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണ്? ഇബ്ലീസിനെ ശൈഖാക്കിയ ടീമല്ലേ. ഇന്ന് പ്രസംഗിച്ചതാണ് ഇബ്ലീസാണ് ഏറ്റവും വലിയ മഹാന്, ഇബ്ലീസാണ് ഏറ്റവും വലിയ ഷെയ്ഖ്. ഇപ്പം യോതി പഠിക്കണ മൂല്യമാരൊന്നും മൂല്യമാരല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടോളിയും. പമ്പൈസ് പറയുന്നത് കേട്ടോളിയും. പിന്നെ നിങ്ങൾ ആത്മവീര്യം ഞങ്ങൾ കെടുത്തൂല. നിങ്ങൾ നല്ല ആത്മവീര്യം ഉള്ളവർ തന്നെയാണെടോ. ഇതന്നെ നിങ്ങൾ ആത്മവീര്യം കേൾക്കുന്നുണ്ടല്ലോ. ആരാണ് ഇബ്ലീസ്? ആരാണ് ഇബ്ലീസ് എന്ന് പമ്പൈസ് വിശദീകരിക്കണം കേട്ടോ. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പേര് ചൊല്ലും. ആര്? കുരുവട്ടൂരികൾ റളിയല്ലാഹു അൻഹു ചൊല്ലും. പക്ഷെ നമ്മൾ റളിയല്ലാഹു അൻഹു ചൊല്ലരുത് കേട്ടോ. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ പിന്നെ റളിയല്ലാഹു അൻഹു ഒന്നും ആരും ചൊല്ലല്ലേ, ലഅനത്തുല്ലാഹി അലൈഹി പറയും കേട്ടോ. നമ്മളെ ആൾക്കാർ സുന്നി ആൾക്കാർ എന്ത് ചെയ്തോളിയും ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞാൽ മതി. പക്ഷെ കുരുവട്ടൂരികൾ റളിയല്ലാഹു അൻഹു ചൊല്ലും. അത് നോക്കണ്ട. ഏതായാലും പറയാം, ആരാണ് ഇബ്ലീസ്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആലിമാണ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ വലിയ ആലിമാണ്. ആലിമായിരുന്നു എന്നല്ല, ആലിമാണ്. പറ അയാൾ വലിയൊരു പണ്ഡിതനാണ്. അയാളെ മീതെ പാണ്ഡിത്യമുള്ള ആൾക്കാരുണ്ട്. മാരിഫത്തുള്ള പണ്ഡിതനാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ സംബന്ധിച്ചാ പറയണത്. അയാൾ വലിയൊരു പണ്ഡിതനാണ്. അയാൾ മാരിഫത്തുള്ള പണ്ഡിതനാണ്. ഓഞ്ച മൊയന്തുകളെ കുരുവട്ടൂരി ശൈത്താന്മാരെ, ഇബ്ലീസുകളെ, എന്തിനാണ് ഈ ആദ്യ ചൈത്താന്മാരെ പ്രസംഗം കേട്ടുകാണ്ട് നിങ്ങളതിൽ പോയിരിക്കണ്? ആ സ്റ്റേജ് മണ്ടലിൽ 3-4 നേരച്ച തന്താര് പാച്ച ഷാളും തോളിലിട്ടുകാണ്ട് ഇബ്ലീസ് ആയിക്കാണ്ട് പോയി കുത്തിരിക്കണേ. കുറച്ച് ഹമുക്കുകൾ എന്ന് തന്നെ പറയാം. ഹമുക്കുകളാണല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചോ കാണി. ഇബ്ലീസിനെ പറ്റിയിട്ട് പൊന്തിച്ച അയാൾ എന്തിനു വേണ്ടിയിട്ട്? ഈ കോമാട്ടുചാലിൽ അദ്ദൂന് വേണ്ടിയിട്ട്, കൂരുത്തം കെട്ടോന് വേണ്ടിയിട്ട് ഇബ്ലീസിനെ പൊന്തിച്ച അയാൾ വലിയ പണ്ഡിതനായിരുന്നു. ഓഞ്ച ശൈത്താന്മാരനെ നിങ്ങൾ കേട്ടോ. ബാക്കി പറയട്ടോന്. നമ്മളെ നാട്ടിലുള്ള കേവലം പണ്ഡിതന്മാർ അവർക്ക് മാരിഫത്തൊന്നുമില്ല. നമ്മളെ നാട്ടിലുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, നമ്മളെ നാട്ടിലുള്ള മുദരിസന്മാർ, ഖത്തീബന്മാരും ഉസ്താദുമാർ, ഇവർക്കൊന്നും മാരിഫത്തൊന്നുമില്ല. ഇബ്ലീസിനാണ് മാരിഫത്തുള്ളത്. ഇവനൊക്കെ ഏത് മെനസസിലുണ്ടായതാണ്? ഹയവം. ഓൾക്ക് പിന്നെ മുല്ലാജാമീനും അതേമാതിരി മീസാനും അജിനാസും സഞ്ചാനും അതിൻ്റെയൊക്കെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ 2 ഇബാറത്ത് വായിക്കാൻ, അറബി കുറച്ച് വായിക്കാൻ അറിയാമെന്ന് മാത്രം. പടച്ചോനെ, നമ്മളെ ദീനിനെ പേപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിൽ ഇബ്ലീസിനെ സൃഷ്ടിച്ചു എന്ന് കേൾക്കുമ്പോൾ കണ്ടോളി മക്കളെ. ഇബ്ലീസിനെ കാണണമെങ്കിൽ കണ്ടോളി. ഇതാ നിൽക്കുന്നത് ഇതന്നെ ഇബ്ലീസ്. ഈ ഹയവാൻ തന്നെ ഒരു ഇബ്ലീസിന്റെ ഭാഗം. ഇത് പഠിച്ചുകൊണ്ട് മാരിഫത്ത് ഉണ്ടാവോ? ഇത് പഠിച്ചതുകൊണ്ടൊന്നും മാരിഫത്ത് ഉണ്ടാവില്ല. ഇത് പഠിച്ചതുകൊണ്ടല്ല മാരിഫത്ത് ഉണ്ടാണ്ട്. ഇബ്ലീസിന്റെ ത്വരീഖത്ത് കൂടിയെങ്കിലും മാരിഫത്ത് ഉണ്ടാവുള്ളൂ. ഈ ഹംക്ക് അതാ പറയണതേ. അതുകൊണ്ടൊന്നും എങ്ങോട്ടും എത്തൂല. അപ്പൊ കിതാബ് ഓതിയിട്ട് ബൈലാവി മുല്ലാസനും ബുഖാരിയും ഇതുപോലെ പിന്നെ മീസാനും സഞ്ചാനും അജിനാസും ഓതിയോണ്ടൊന്നും എവിടേക്കും എത്തൂല. എന്നാൽ ഇനി എത്തണമെങ്കിൽ ആരപ്പം കൂടണം? പറഞ്ഞു കൊടുക്കേ, ആരപ്പം കൂടണം? എൻ്റെ കോമാട്ടുചാലിൽ അദ്ദൂനും എൻ്റെ പിന്നെ നൗഷാദും കുഞ്ഞേമതും എല്ലാ സകല സാധനങ്ങളും എല്ലാം ഏതിലുള്ളതാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കടാ. നിങ്ങൾ ആരപ്പം കൂടാൻ വേണ്ടിയിട്ടാണ് ഈ പണി എടുക്കണതെന്ന് പറഞ്ഞു കൊടുക്ക്. പറയേ. ഇബ്ലീസ് അങ്ങനല്ല. ഇബ്ലീസ് വലിയ ആലിമാണ്, മാരിഫത്തുള്ള ആലിമാണ്. ഇബ്ലീസ് അങ്ങനൊന്നുമല്ല. ഇബ്ലീസ് വലിയ മാരിഫത്തുള്ള ആലിമാണ്.
വലിയ പണ്ഡിതനാണ്, വലിയ മഅരിഫത്തുള്ള ആലിമാണ്. കേട്ടില്ല നിങ്ങൾ? ഓ എൻ്റെ പ്രിയപ്പെട്ട സമുദായമേ, ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലത്തെ ആളുകളുടെ പ്രസംഗം കേൾക്കാൻ പോയി ഇരുന്നാൽ മൻ വക്കറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്തായിരിക്കും. കാരണം അതുമല്ല, ഇത് കുഫ്രിയത്താണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിന് എതിരാണ് ഈ ചങ്ങായി പറയുന്നത്. വിശുദ്ധ ഖുർആനിന് എതിരാണ് ഈ പറയുന്നത്. കാരണം ഇബ്ലീസ് വലിയ പണ്ഡിതനായിരുന്നു. ഓ പേച്ചുപോയി. ആ പേച്ചുപോയത് എന്തുകൊണ്ട്? അവൻ്റെ ഈ അഹങ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നീ പേച്ചവനാണ് കേട്ടോ എന്ന് പറഞ്ഞ് ലാലാണോ മുളിലാണ് ഏറ്റവും കാലാകാലം നരകത്തിലാണ് എന്ന് പറഞ്ഞ ഇബ്ലീസിനെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇബ്ലീസിനെ, ആ ഇബ്ലീസിനെയാണ് ഇപ്പം നന്നാക്കുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ആരെങ്കിലും ഈ കുരുവട്ടൂരികളിൽ അവർ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വെറും കുഫ്രിയത്ത് വാദം കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അവർ മുസ്ലിമാണ് എന്ന് അവരെ പറ്റി പറയാൻ പറ്റൂല. അത്രയും തലീ കെട്ടി ഇബ്ലീസിൻ്റെ കോലത്തിൽ തന്നെ അവൻ പറയുന്നുണ്ടല്ലോ. ഇബ്ലീസ് വലിയ തലീ കെട്ടുള്ള ആളായിരുന്നു, വലിയ താടിയുള്ള ആളായിരുന്നു, വലിയ കുപ്പായുള്ള ആളായിരുന്നു. ആളാണ് എന്നാണ്, ആയിരുന്നു എന്നല്ല, ആണ് എന്നാ പറയുന്നത്. എന്നാൽ ഈ കോലം കണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും ഈ കോലത്തിൽ നിങ്ങൾ കൂടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും പിഴച്ച വിഭാഗമാണ് കുരുവട്ടൂരികൾ. ഇബ്ലീസിനെയാണ് ഇപ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊണ്ട് വരുന്നത്. ഇബ്ലീസിനെയാണ് തർലിയത്ത് ചെല്ലുന്നത്. ഇബ്ലീസിനെയാണ് ഔലിയാക്കിയിട്ടുള്ളത്. ഇബ്ലീസിനെയാണ് ഷെയ്ഖാക്കിയിട്ടുള്ളത്. അപ്പം ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെയധികം എത്ര നിരച്ച തന്താരി ആ സ്റ്റേജമ്മ കുത്തിരിക്കുന്നുണ്ട്. ഓഞ്ച ചൈത്തമാരെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ അതിൻ്റെ മോളിന്ന്? എന്തിനാണ് അതിനൊക്കെ പോയി കുത്തിരിക്കണെന്ന്? വേറെ എത്ര വല്ല പൂരത്തിന് പോയിക്കൂടെ നിങ്ങൾക്ക്? അതിനേക്കാളല്ലേ വല്ല പൂരത്തിന് പോരാ. എന്താണ് ഈ കേൾക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇബ്ലീസിനെ സംബന്ധിച്ചാണ് ഇപ്പം ഈ പറയണത്. ഇബ്ലീസിനെയാണ് ഇപ്പം നന്നാക്കുന്നത്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഈ കുരുവട്ടൂരികളിൽ പെട്ടുപോയവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുസ്ലിമായി മരിക്കണമെന്നുണ്ടെങ്കിൽ, ഈമാൻ കിട്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുസ്ലിമായി മരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ പള്ളിക്കാട്ടിലെ മറവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൃത്തികെട്ടവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നോ. കാരണം ഇവർ എന്തോ വല്ല കഞ്ചാവ് അടിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട്. സ്റ്റേജിലേക്ക് കയറിയിട്ട് പലതും വിളിച്ചു പറയാ. എന്തൊക്കെ പറയണമെന്നറിയോ? കേരളത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരെ പറയുന്നത് കേട്ടാൽ അറപ്പ് തോന്നിപ്പോവും. നമുക്കത് കേട്ടാൽ അറപ്പ് തോന്നിപ്പോവും. അങ്ങനത്തെ വാക്കുകളാ പണ്ഡിതന്മാരെ പറയുന്നെന്ന് കേട്ടോക്കാണ് സുഹൃത്തുക്കളെ. ഏറ്റവും വലിയ നശിച്ചതാവിന്റെ ഉടമയായ ലക്ഷണം കെട്ടവനായ പേരോട്ടുകാരൻ, ലക്ഷണം കെട്ടവനല്ലെങ്കിൽ ലോകത്താരാ മുഅ്മിനീങ്ങളെ ലക്ഷണം കെട്ടവൻ. ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ലക്ഷണം കെട്ടത് എന്ന് വിളിക്കുന്നത് ആരെ അറിയോ? മൗലാന പേരോട് ഉസ്താദിനെ ഈ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദായ പേരോട് ഉസ്താദിനെയാണ് ഇവൻ ലക്ഷണം കെട്ടവൻ എന്ന് പറയുന്നത്. ഈ വലിയ പണ്ഡിതനെ ലക്ഷണം കെട്ടവൻ എന്ന് പറയാൻ ആരെക്കൊണ്ടേ കഴിയുകയുള്ളൂ എന്നാണ് ഇമാം ഹറമൈനി പറഞ്ഞ ചരിത്രത്തിൽ കാണാം. ഒന്നിരിക്കൽ അവൻ മെൻസസിലുണ്ടാവണം, ഉമ്മ ശരിക്ക് തുടച്ചു വെച്ചുകൊണ്ട് അതിൽ ബന്ധപ്പെടണം, അതല്ലെങ്കിൽ വെയിലിയാടി ഉണ്ടാവണം, പിതാവ് മാറണം എന്നാണ് ഇമാം ഹറമൈനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് ഈ കുഞ്ഞേമതിൻ്റെ ജനനം ശരിക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്രയും വൃത്തികെട്ടവനാണ് ഇവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇവൻ്റെ
അസില് ശരിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് അക്ഷരം തെറ്റാതെ ഞങ്ങൾ ഉറപ്പിച്ച് ഉറക്ക വിളിച്ചു പറയുന്നു, ഇവനാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലക്ഷണം കെട്ടവൻ, ഈ പേരോട്ടുകാരനാ. ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. അത് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് സഹിക്കുന്നില്ലേ? ആ ഉസ്താദിന്റെ മകനാണെന്ന് പറയുന്ന, ഉസ്താദിന്റെ പേര് പോലും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച മുടിയനായ പുത്രൻ. അനക്ക് കൂട്ടിന് മറ്റേ ബക്കാലക്കാരുണ്ടല്ലോ, മറ്റേ കൊട്ടുക്കരക്കാരൻ അച്ഛനി, ഇപ്പുറത്തൊരു ചക്കാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറോണ അങ്ങനെ ഇറങ്ങിക്കണ്. എല്ലാരും മനസ്സിലാക്കിയിരുന്നോളെ, പള്ള നിറച്ചും പിന്നെ കുറച്ചും നന്നായി കിട്ടും. ആ ഇജിങ്ങനെ പറയണീന് പള്ള നിറച്ചും പിന്നെ ചിരി കിട്ടാനേ അത് ഇജ് പറയണം. ഇജ് തൊള്ളയിട്ട് പറയണടാ, ഇങ്ങനത്തത് ഇജ് പറയണം. സ്റ്റേജ് കെട്ടിയിട്ടാണ് ഇജ് പറയണത്. ഇജ് സ്റ്റേജ് കെട്ടിയിട്ടാണ് പറയണത്. ഇങ്ങനെ വലിയ വലിയ ഉസ്താദുമാരെയാണ് ഇജ് പറയുന്നത്. വലിയ വലിയ ഉസ്താദുമാരെയാണ് ഇജ് പറയണത്. ഇജ് പിന്നെ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം കഴിച്ച പെരക്കാർ ചിന്തിക്കുകയാണ്, അവർ വളവരത്തുള്ള അവർ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കണത്? പഠിച്ചോനെ, ഈ മൊയന്തിനെ നമ്മൾ തിന്നാൻ കൊടുത്തിരുന്നത്, ഇങ്ങനത്തെ ഒരു ബരാനിനെ നമ്മൾ തിന്നാൻ കൊടുത്തിരുന്നതെന്ന് അപ്പോൾ അവർ പറയുന്നത്. അറിയോ, എൻ്റെ ഉസ്താദ് കാസിമി മന്നാനി കാസിം മന്നാനി ഉസ്താദ്, ആ വലിയ പണ്ഡിതൻ കണ്ണീരൊഴിക്കാണ്. എത്രയോ കാലം ആ ഉസ്താദിൻ്റെ അടുത്ത്, കാസിം മന്നാനിൻ്റെ അടുത്താണ് ചോദ്യം പഠിച്ചിരിക്കണത്. ആ കാസിം മന്നാനി കണ്ണീരൊഴിക്കാണ് എൻ്റെ ഈ വർത്താനം കേട്ടിട്ട്. അറിയാം എനിക്ക് വർത്താനം? വലിയ വലിയ പണ്ഡിതന്മാരെ, ആ പണ്ഡിതനടക്കം പെട്ടുപോയി. ആ ഉസ്താദിനെ, സ്വന്തം ഉസ്താദിനെ വരെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ലക്ഷണം കെട്ടവനാ നീയടോ. അത് മനസ്സിലാക്കണം.